അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹബികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പരിശുദ്ധ റമളാനിന്റെ എല്ലാ കബൂലിയത്തും അല്ലാഹു നൽകട്ടെ. പരിശുദ്ധ റമളാനിന്റെ ശഫാഅത്തോടെ മനോഹരമായ സ്വർഗം പ്രാപിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അല്ലാഹു അഫ്വ നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അല്ലാഹു ജന്നത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധ റമളാനിന്റെ 29ാമത്തെ നോമ്പുകാരാ നമ്മൾ. ഇന്നത്തെ നോമ്പ് തുറയോടെ ഒരു പക്ഷേ നമ്മൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ ഈദുൽ ഫിത്തറിന്റെ രാവിലേക്ക് കടന്നു വരാം, പിറ കണ്ടാൽ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമായും സ്വർഗം നൽകുന്ന പുണ്യമാക്കപ്പെട്ട അമല്, നമ്മൾ പെരുന്നാളിന്റെ രാവ് പകലൊക്കെ ശ്രദ്ധിക്കേണ്ട, സഹോദരന്മാരെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ സുന്നത്തുകൾ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. ഒരുപാട് കൂലി കിട്ടുന്ന അമലുകളാണ്, ഒരാൾക്ക് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പലതും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 രാത്രികൾ ഒരാൾ ഇബാദത്ത് കൊണ്ട് ഹയാത്ത് കൊടുത്താൽ, ഇബാദത്ത് കൊണ്ട് ജീവൻ കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ വജബത്തു ലഹുൽ ജന്ന എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു. സ്വർഗം കിട്ടൂന്നല്ല, സ്വർഗം കിട്ടിയേക്കാം എന്നല്ല, വജബത്തു ലഹുൽ ജന്ന, സ്വർഗം വുജൂബാകും, നിർബന്ധമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാവാണ് ഏത്? ഈദുൽ ഫിത്തറിന്റെ ചെറിയ പെരുന്നാൾ രാവ്. അപ്പൊ മിനിമം എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിസ്കാരം ജമാഅത്ത് മുടങ്ങാൻ നോക്കണം. പ്രത്യേകിച്ച് മഗ്രിബ്, ഇശാ, സുബ്ഹ്, അത് പ്രത്യേകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇന്നിപ്പോ പിറ കണ്ടാൽ ഫിത്തർ സകാത്തുമായി ബന്ധപ്പെടുന്നവരുണ്ട്. പെരുന്നാളിന്റെ മറ്റ് ആഘോഷ സന്തോഷങ്ങളിലൊക്കെ എൻഗേജഡ് ആകുമ്പോൾ നിസ്കാരം പോകുന്നല്ല, മുന്നിന് പോകാൻ പാടില്ലല്ലോ, ജമാഅത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പോകരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളൊക്കെ ഉറക്കണം. ഒരിക്കലും ജമാഅത്ത് ഇന്ന് ആണായാലും പെണ്ണായാലും മുടങ്ങരുത്. അപ്പൊ എന്താ മിനിമം കിട്ടാൻ പോകുന്നതെന്നറിയോ? ഇന്നത്തെ രാത്രി മുഴുവൻ ഹയാത്താക്കിയ കൂലി അല്ലാഹു നൽകും. പിന്നെ കഴിവിന്റെ പരമാവധി ദുആയും ദിക്റൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടാം. ഏതായാലും ഇന്നത്തെ രാവ് ചുമ്മാ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ സമയം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നീ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സെക്കൻഡ് വൺ തക്ബീർ ചൊല്ലുന്ന കാര്യമാണ്. പിറ കണ്ടത് മുതൽ തക്ബീർ എല്ലാ സമയത്തും, ഇന്ന സമയമൊന്നുമില്ല, എല്ലാ സമയത്തും. പെരുന്നാൾ നിസ്കരിക്കാൻ നമ്മൾ എപ്പോഴാണോ കൈകെട്ടുന്നത്, അതായത് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ പിറ കണ്ട രാവ് മുതൽ സജീവമായി നമ്മൾ തക്ബീർ, പെരുന്നാളിന്റെ തക്ബീർ മനോഹരമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം. തക്ബീർ വലിയ അമലാണ്, അല്ലാഹുക്ക് വലിയ ഇഷ്ടപ്പെട്ട അമലാണ്. അതായത് നിങ്ങൾ സയ്യിനും അയ്യാദക്കും, നിങ്ങളുടെ പെരുന്നാളിനെ നിങ്ങൾ മൊഞ്ചാക്കണം എന്ന് പറഞ്ഞില്ലേ ഹദീത്തിൽ? ബി തക്ബീരി, തക്ബീർ കൊണ്ട്. സഹോദരന്മാരും സഹോദരിമാരൊക്കെ ചൊല്ലണം തക്ബീർ. പള്ളിയിൽ മുയിലാരും മല്ലാക്കി മാത്രം ചൊല്ലി, കുറച്ച് കാരണവന്മാരും ചൊല്ലി, അങ്ങനെയല്ല. തക്ബീർ ഓരോരുത്തരുടെയും സുന്നത്തായ ബാധ്യതയാണ്. നമ്മളൊക്കെ ആണും പെണ്ണൊക്കെ ചൊല്ലണം, അത്യാവശ്യം ഉറക്കെ ചൊല്ലണം. എവിടെയും, വീട്ടിൽ, അങ്ങാടിയിൽ, നമ്മുടെ ഓഫീസിൽ, പിന്നെ പുറത്ത്, അകത്ത് എല്ലാം. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അവരും അത്യാവശ്യം മീഡിയം ഉച്ചത്തിലേക്ക് തന്നെ ചൊല്ലണം. അന്യപുരുഷന്മാർ കേൾക്കുമെങ്കിൽ സൗണ്ട് അല്പം പിന്നെ പതുക്കിയാക്കാം, എങ്കിലും എല്ലാവരും ചൊല്ലണം തക്ബീർ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പിറ കണ്ടാൽ ആദ്യത്തെ രാവിൽ, ശവ്വാലിന്റെ ആദ്യത്തെ രാവല്ലേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഈ പെരുന്നാളിന്റെ മാസം, ഒരു മാസം മുഴുവനും നമുക്ക് പെരുന്നാൾ ജീവിതമാവും. വലിയ സന്തോഷരാഹത്തുണ്ടാവും. ഒരുപാട് ആഫത്ത് മുസീമാത്തുകൾ എടുത്തിട്ട് അള്ളാന്റെ കാവലുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നാലാമത്തെ ഒരു കാര്യം, പെരുന്നാൾ ആശംസകൾ നേരണം, നേരിട്ട്. അതേപോലെ തന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് നമ്മൾ പിന്നെ അവർക്ക് മെസ്സേജ് കൊടുത്തിട്ട് അങ്ങനെ പെരുന്നാൾ സന്ദേശം, നമുക്ക് പരസ്പരം സലാം പറയാൻ പറ്റുന്ന ബന്ധങ്ങളോട് പെരുന്നാൾ സന്ദേശം കൈമാറണം. അത് നമുക്ക് ഈദ് മുബാറക്കെന്നോ പെരുന്നാൾ ആശംസകളെന്നോ ചെറു പെരുന്നാൾ ആശംസകളെന്നോ എന്തും പറയാം. പക്ഷെ പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് എന്താണെന്നറിയോ? കൂലി കിട്ടുന്ന വാക്ക്, ഏറ്റവും കൂലി കിട്ടുന്ന വാക്ക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഒക്കെ ശൈലിയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ഒരു ദുആഇന്റെ സന്ദേശമാണ്, ആശംസയാണ്. അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടപ്പെട്ട വാക്കാണ്. അത് അറിയാനൊന്നുമില്ലല്ലോ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയാറിയാലോ, അത് പറയണം. ഈദ് മുബാറക്ക് നമ്മുടെ നാടിന്റെ ശൈലി ഉപയോഗിക്കാം, പെരുന്നാൾ ആശംസ അതൊക്കെ പറയാം. പക്ഷെ സുന്നത്ത് കരുതണം, അപ്പോഴേ നമുക്ക് അതിന് കൂലി കിട്ടുള്ളൂ. ചുമ്മാ ഒരു വാക്ക് വായിന്ന് പോയാൽ പോരല്ലോ. മുമ്പിനെല്ലാം കൂലി കിട്ടണ്ടേ?
അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പെരുന്നാൾ ആശംസ സുന്നത്താണ് എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ അത് പറയുമ്പോൾ ആശംസകളൊക്കെ പുണ്യമാണ്. 100 പേർക്ക് ആശംസകൾ 100 പുണ്യമാണ്. ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 5ാമത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് നിർബന്ധ ബാധ്യതയാകുന്നത് പെരുന്നാൾ പിറ കണ്ടത് മുതലാണ്. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുന്നോടിയായിട്ട് കൊടുത്തു വീട്ടുക. പക്ഷെ ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയം എപ്പോഴാണെന്നറിയോ? പെരുന്നാൾ ദിവസത്തിന്റെ സുബഹി, അതായത് ഇന്ന് പിറ കണ്ടാൽ നാളത്തെ സുബഹി കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുൻപായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. പിന്നെ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്ക് വേണ്ടി പെരുന്നാൾ നിസ്കാരം കേട്ട് ബന്ധിപ്പിക്കാം. ഏതായിരുന്നാലും പെരുന്നാളിന്റെ മഗ്‌രിബിന് മുമ്പായിട്ട്, അതാണ് അദാഇന്റെ സമയം. പിന്നെ ഖളായി പോകും, ഹറാമാണ്, ബന്ധിപ്പിക്കൽ പാടില്ല. അപ്പൊ ശ്രദ്ധിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല സുബഹി കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ്. രാത്രിയും കൊടുക്കാം, വിരോധമൊന്നുമില്ല. അതിന്റെ നിയ്യത്ത് ഫറളാണല്ലോ. അപ്പൊ നിയ്യത്ത് ഫിത്ർ സക്കാത്തിന്റെ ഓരോരുത്തരുടെയും ആരുടെയൊക്കെയാണ് അവരുടെ നിയ്യത്തുകൾ വേണ്ടപ്പെട്ട ആൾ വെക്കണം, അങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കാം. 6ാമത്തൊരു കാര്യം പെരുന്നാളിന്റെ കുളിയാണ്. അർദ്ധരാത്രി മുതൽ, പിറ കണ്ട അർദ്ധരാത്രി മുതൽ കുളിക്കൽ സുന്നത്താണ്. ഏറ്റവും പ്രതിഫലാർഹമായ കുളി എന്ന് പറയുന്നത് പെരുന്നാളിന്റെ സുബഹി കഴിഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൂടെ ആകുമ്പോൾ, നമ്മുടെ പിറ കണ്ട വെള്ളിയാഴ്ച ആകുമല്ലോ പെരുന്നാള്. അപ്പൊ ഇരട്ട പെരുന്നാളാണ്. വെള്ളിയാഴ്ച ഒരു ഈദുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളും പെരുന്നാള് ഇരട്ട പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ വെക്കാം? അള്ളാഹു ചെറിയ പെരുന്നാൾ ദിവസത്തിന്റെ സുന്നത്ത് കൂടി നിയ്യത്ത് വെക്കാം. സഹോദരിമാരൊക്കെ നിയ്യത്ത് വെച്ച് വിളിക്കണം. ഇപ്പൊ പീരീഡ്സിന്റെ സമയത്താണ് ഞങ്ങൾ നിസ്കരിക്കാൻ പോകുന്നില്ല എന്ന് കരുതി നിയ്യത്ത് വെക്കാതെ വിളിക്കരുത്. അവർക്കുണ്ട് പെരുന്നാൾ ദിവസത്തിന്റെ കൂലി, നിസ്കാരത്തിന്റെ കൂലിയല്ല. അതുപോലെ ജുമാ ദിവസത്തിന്റെ കൂലി, രണ്ടും ചേർത്ത് വെച്ചാൽ 2 കൂലി കിട്ടും. പിന്നെ ജുമാക്ക് വേറെ കുളിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേറെ കുളിക്കൽ ഏറ്റവും നല്ലതാണ്. ഏതായിരുന്നാലും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുളിക്കൽ. ഈ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കുക, പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. വലിയ അമലാണ്. ഇനി 7ാമത്തെ കേട്ടോളൂ. നമ്മുടെ നീക്കപ്പെടേണ്ട, കുളിക്കുന്നതിന് മുമ്പായി നീക്കപ്പെടേണ്ട നഖം, മുടി പോലുള്ളതൊക്കെ നീക്കം ചെയ്യാം. 8ാമത്തെ ലഘുവായി ഭക്ഷണം കഴിച്ചിട്ട് വേണം പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ. ലഘുവായി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നോമ്പായിരുന്നല്ലോ, അപ്പൊ അത് സുന്നത്താണ്. കരുതിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ കഴിക്കുന്നതിന് കൂലിയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈത്തപ്പഴമാണ്. ഒരു 3 ഈത്തപ്പഴം കഴിച്ചിട്ട് അൽഹംദുലില്ലാ വെള്ളം കുടിച്ചിട്ട് പോകാണെങ്കിൽ വലിയ സന്തോഷമാണ്. ആ സുന്നത്തിന്റെ കൂലിയും കിട്ടും. ഭക്ഷണം കഴിക്കാൻ വിരോധമൊന്നുമില്ല. 9ാമത്തെ പുതിയ വസ്ത്രം ധരിക്കലാണ്. നിയ്യത്ത് വേണം. അല്ലാഹുവേ പെരുന്നാളിന്റെ പുതുവസ്ത്രം ധരിക്കാണ്. ചുമ്മാ പുതിയ ധരിച്ചാൽ കൂലി കിട്ടില്ല, നിയ്യത്തോടു കൂടെ ധരിക്കണം. ബിസ്മില്ലിട്ട് ധരിക്കണം. ധരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ മിനിമം പറയണം. അതിനൊക്കെ വല്ലാത്ത കൂലിയും. നമ്മുടെ കഴിഞ്ഞുപോയി സകല പാപവും പൊറുക്കപ്പെടും. പുതിയ വസ്ത്രം ധരിച്ചിട്ട് അൽഹംദുലില്ലാ, അല്ലാഹു ഇത് എന്റെ കഴിവല്ല, നിന്റെ കഴിവാണ്. ഇന്ന് പുതിയ വസ്ത്രം ധരിക്കാൻ പറ്റാത്ത, ഇന്ന് പെരുന്നാളാണോന്ന് പോലും അറിയാത്ത, ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾ, ഓക്സിജൻ അതിന്റെ സഹായത്തോടെ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ആളുകൾ, നടക്കാൻ പറ്റാതെ എത്ര പേരുണ്ട്. എനിക്ക് ഈ കഴിവ് നീ തന്ന കഴിവാണ്, എന്റെ കഴിവല്ല. അൽഹംദുലില്ലാ, ആ വാക്കിന് വല്ലാത്ത വില. അതൊക്കെ പറയാം. 11ാമത്തെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി, അത് സഹോദരന്മാർ പള്ളിയിൽ, സഹോദരിമാർ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ നിസ്കരിക്കണം. ഒറ്റക്കല്ലേ പെരുന്നാൾ നമസ്കാരം, വേണ്ടെന്നല്ല. 2 റക്അത്ത് പെരുന്നാൾ നമസ്കാരം, അതൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ അതിന്റെ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പെരുന്നാൾ നമസ്കാരം ഒറ്റക്കാണ് നിസ്കരിക്കണം. പിന്നെയോ 12ാമത്തെ കാര്യം ഹദിയ, പെരുന്നാൾ പണം എന്ന് പറയില്ലേ, പെരുന്നാൾ ഹദിയ. ഇതെല്ലാം പ്രത്യേകിച്ച് വാപ്പാക്കും ഉമ്മാക്കും പെരുന്നാൾ പണം കൊടുക്കണം, സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കണം, കഴിയുമെങ്കിൽ ഭർത്താവിന് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, അയൽവാസികൾക്ക്, നമ്മുടെ ഫ്രണ്ട്സ്, വേണ്ടപ്പെട്ടവർ, കഴിയുന്നിടത്തോളം പെരുന്നാൾ ഹദിയ. ഇത്ര സന്തോഷം എന്നറിയോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെയൊക്കെ പരിഗണിക്കണം. അതേപോലെ 13ാമത്തെ ഖബർ സിയാറത്ത്, പ്രത്യേകം സുന്നത്താണല്ലോ, വെള്ളിയാഴ്ച കൂടെ അല്ലേ. നമ്മുടെ മരിച്ചുപോരെ സിയാർത്ത് ചെയ്യുക, നമുക്ക് വലിയ സന്തോഷമാണ്. അവരുടെ അവസ്ഥ അറിയില്ലല്ലോ, സിയാർത്ത് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക. ഇത്ര റാഹത്ത. 14ാമത്തെ കാര്യം കുടുംബബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, കുടുംബക്കാരൊന്ന് മീറ്റ് ചെയ്യുക, തറവാട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റാത്ത സ്ഥലത്ത് ഫോൺ ചെയ്തിട്ട്, കോൾ ചെയ്തിട്ട് പെരുന്നാൾ ആശംസയൊക്കെ പറഞ്ഞിട്ട്, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കുടുംബക്കാർക്ക് കൊടുക്കാനാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് അവർക്ക് ഹദിയൊക്കെ കൊടുക്കാൻ വലിയ സന്തോഷമാകും, വലിയ റാഹത്താകും. അങ്ങനെ ഒരുപാട് പേര് പെരുന്നാൾ പണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റമദാനിന്റെ ഹദിയ എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ ഹദിയകൾ നൽകുന്നത്, ദ്വാരക്കാൻ പറയുന്നത്. വലിയ സന്തോഷമാണ്, എല്ലാവരും ചേർക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. 15ാമത്തെ കാര്യം പെരുന്നാളിന് സന്തോഷിക്കൽ പ്രത്യേക സുന്നത്താണ്. നമ്മളൊരു മൂഡ് ഓഫിൽ ഇരിക്കുകയല്ല, എത്ര വയസ്സാണെങ്കിലും സന്തോഷിക്കണം, നമ്മൾ സന്തോഷിപ്പിക്കണം. മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് ഇദ്ഖാലു സുറൂരി ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കൽബിൽ സന്തോഷം കൊടുക്കുക എന്ന് പറയുന്നത്. അത് സന്തോഷം സുന്നത്തുള്ള ദിവസം ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും കൃത്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ പെരുന്നാളിന്റെ രാവാണെങ്കിൽ ഇപ്പൊ ഇന്ന് അല്ലെങ്കിൽ നാളെ ഏതായിരുന്നാലും ആവുമല്ലോ, ശ്രദ്ധിച്ചു കൊടുക്കണം ഈ സുന്നത്തുകൾ. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.